Hello friends, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ സീരീസിൽ ചെയ്യാൻ പോകുന്നത് എഗ് റോൾസ് ആണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് എഗ് റോൾസ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ഷോപ്പുകളിലൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് പെട്ടെന്ന് എഗ് റോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇഫ്താറിനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കിഡിലും കുക്കിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു വലിയ സവാള വേണം, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് വേണം, കറിവേപ്പില വേണം, പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട വേണം. മുട്ട നമ്മൾ ഇതേപോലുള്ള ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 1.5 കപ്പ് മൈദയും ഒരു കോഴിമുട്ടയും കുറച്ച് ഉപ്പും ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തതാണ്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ അരക്കുന്ന സെയിം അതേപോലെ തന്നെയാണ്. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം 2 കൈയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചുറ്റി കൊടുക്കും. നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ 2 സൈഡും നന്നായി കുക്ക് ചെയ്യണ്ട. ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നാൽ മതി. നമ്മൾ മറിച്ചിടൊന്നും വേണ്ട.
എല്ലാ റോൾസും നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ എഗ് റോൾസ് ഉണ്ടാക്കുന്നതിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. സാധാരണ എഗ് റോൾസ് കഴിക്കുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇഫ്താറിനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.